ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 മണി പലഹാരമായി തയ്യാറാക്കിയ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയായ ചക്കയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ചക്ക വരട്ടി കൊണ്ടാണ് ഞാനിനി ചക്കയപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ചക്ക എല്ലാ സീസണിലും കിട്ടണമെന്നില്ലല്ലോ. അപ്പം ചക്കപ്പഴം കിട്ടുന്ന സമയത്ത് നമ്മൾ ചക്ക വരട്ടിയായിട്ടൊക്കെ തയ്യാറാക്കി വെക്കാറുണ്ട്. ഞാനിന്നങ്ങനെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചക്കവരട്ടി കൊണ്ടാണ് ഇന്ന് ഈ ചക്കയപ്പം ഉണ്ടാക്കുന്നത്. ഒരു കപ്പോളം ചക്കവരട്ടി ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. നല്ല മധുരം ചേർത്ത് തയ്യാറാക്കി വെച്ചിരുന്ന ചക്കവരട്ടി ആയതുകൊണ്ട് ഞാനിതിലേക്ക് ശർക്കര ചേർക്കുന്നില്ല. 1/2 കപ്പ് നല്ല വറുത്ത അരിമാവാണ് ഞാൻ ചേർക്കുന്നത്. 1 കപ്പ് ചക്കവരട്ടിക്ക് 1/2 കപ്പ് അരിമാവും 1/2 കപ്പ് തേങ്ങ തിരികിയതും എടുത്തുകൊണ്ടാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ള ഏലക്കാപ്പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. ഏലക്ക ഞാൻ എപ്പോഴും നമുക്ക് ഏലക്കാപ്പൊടിയുടെ ആവശ്യം വരുമല്ലോ, അതുകൊണ്ട് ഞാൻ അല്പം ഏലക്ക കൂടുതൽ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അല്പം നെയ്യാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് ഉള്ളത് അതനുസരിച്ച് ചേർത്തുകൊണ്ടാൽ മതിയാകും. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോഴേ തന്നെ നമുക്കറിയാൻ പറ്റും, ഒത്തിരി അങ്ങ് കട്ടിക്ക് കുഴച്ചെടുക്കരുത്. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മാവ് കൂടെ ചേർക്കുന്നുണ്ട്. മാവ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി കട്ടിയായിട്ടല്ല കുഴച്ച് വെച്ചിട്ടുള്ളത്, അല്പം ലൂസായിട്ടാണ് കുഴച്ച് വെച്ചിട്ടുള്ളത്. എപ്പോഴും ചക്കവരട്ടി നമുക്ക് കൂടുതൽ ഉണ്ടാവണം അരിമാവിനേക്കാളും, എങ്കിലേ നമുക്ക് ആ ചക്കയപ്പം തയ്യാറാക്കുമ്പോൾ ഒരു സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് വാഴയിലയിലാണ്. വാഴയിലയിലെ ഒരു പ്രത്യേക മണമാണല്ലോ. അപ്പം നല്ല കഴുകി വൃത്തിയാക്കി വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയിൽ ഇതിൽ നിന്നും ഓരോ സ്പൂൺ മാവ് വീതം ചേർത്ത് കൊടുക്കാം. ഒത്തിരി മാവ് അങ്ങ് ചേർക്കേണ്ട, 1 സ്പൂൺ മാവ് ചേർത്ത് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, സോഫ്റ്റായിട്ടും കിട്ടും. ഒത്തിരി മാവാകുമ്പോഴേ കട്ടിയായി പോവും ചക്കയപ്പം, അപ്പോൾ ആ ഒരു സോഫ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് 1 സ്പൂൺ മാവ് ചേർത്ത് നമുക്ക് ഈ ചക്കയപ്പം തയ്യാറാക്കി എടുക്കാം. ഞാൻ ഈ എടുത്ത അളവിൽ മാവ് കുഴച്ച് കഴിയുമ്പോഴേ നമുക്കൊരു 7-8 ചക്കയപ്പം കിട്ടും. പിന്നെ അതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ചേർത്തുകൊണ്ടാൽ മതിയാവും. ഞാനിവിടെ ഇപ്പോൾ ഈ തയ്യാറാക്കിയതിൽ എനിക്കൊരു 7 ചക്കയപ്പം കിട്ടിയിട്ടുണ്ട്. മാവ് മുഴുവൻ ഞാനിത് മടക്കി എടുത്തിട്ടുണ്ട്. ഇഡലി പാത്രം ഉള്ളവർക്ക് അതിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റീമറിലാണ് ഇത് വയ്ക്കുന്നത്. ഞാൻ മുഴുവൻ ഇതിലേക്ക് വെച്ച് ഞാൻ മൂടി കൊണ്ടൊന്ന് മൂടി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. കാരണം നമ്മളിത് വറുത്ത മാവാണല്ലോ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ചക്കവരട്ടി നല്ല വെന്തതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ ആവി പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ലവണ്ണം ചൂട് പോയതിന് ശേഷമേ നമുക്കിതൊന്ന് തുറന്ന് നോക്കാൻ പറ്റത്തുള്ളൂ. വെന്തോന്ന് അറിയണമെങ്കിലേ നമുക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് മുറിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാനിത് മുറിച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വളരെ ടേസ്റ്റിയായ സോഫ്റ്റായ ചക്കയപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് ചക്കയപ്പം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിലേ ഇതുപോലെ ചക്ക വരട്ടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചക്കയപ്പം തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ചക്ക മാവിനേക്കാൾ കൂടുതൽ ചക്ക പഴമാണ് എടുക്കുന്നതെങ്കിലും ചക്ക വരട്ടിയാണ് എടുക്കുന്നതെങ്കിലും കൂടുതൽ എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചക്കയപ്പം കിട്ടും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ? അതുപോലെ തന്നെയാണ് സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കയപ്പമാണിത്. ഞാൻ ഈ ചക്ക വരട്ടി കൂടുതൽ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന്. എൻ്റെ സ്പൂൺ കൊണ്ട് മുറിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നമുക്കത് മുറിഞ്ഞ് കിട്ടുന്നത്. ഒരിക്കൽ കൂടെ ഒന്ന് നമുക്ക് മുറിച്ച് നോക്കാം. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചക്കയപ്പം നമുക്ക് തണുത്ത് കഴിച്ചാലും നല്ലതാണ്, ചൂടോടെ കഴിച്ചാലും നല്ലതാണ്. നമുക്കിനി ആ മുറിച്ച ഭാഗം ഒന്ന് വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. ഞാനിതാ ഒന്ന് ആ മുറിച്ചെടുത്ത ഭാഗം ഒന്നിതാ പെട്ടെന്ന് തന്നെ നമുക്കത് മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഈ ചക്കയപ്പം ഈ രീതിയിലും അളവിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.